Audience. ഇതെന്നതാടാ പല്ല് പുളിക്കുന്നു. മാറ്റങ്ങോട്ട്. ഇതെന്തിനാന്ന് പറഞ്ഞാൽ പല്ല് വിളിപ്പങ്ങ് മാറും. എന്തിനാ? അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം താഴോട്ട് പോകുന്നില്ലേ, അവിടുത്തെ ആ ഓസ് പൊട്ടി. അപ്പൊ ഇത് കയറ്റി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് താഴെ അയച്ചു. അത് പുറത്ത് എവിടെയെങ്കിലും പോയി ചെയ്യാൻ പാടില്ലേ? ഇതിപ്പോ ചെയ്തു വെക്കുന്നതിനെന്തോ എന്തൊരു കഷ്ടമാണ്. അങ്ങനെ അങ്ങ് പുറത്തു പോയാ പോരെ. അതെ, ഞാൻ നിനക്ക് വേണ്ടി കട്ട് ചെയ്യുന്ന എനിക്കില്ലല്ലോ പുളിപ്പ്. നല്ല പരിചയമുള്ള നമ്പരല്ലോ. ഹലോ, അതെ റൊണാൾഡാണ്. ബെനഡിക്റ്റാ നീയാ? കർത്താവേ, ഇത് നാട്ടിലെ നമ്പറാണല്ലോ. വന്ന് പൊളിച്ച് ഇല്ലടാ, ഞാൻ ഇവിടെ വീട്ടാ വച്ചപ്പണി വീട്ടി കൊടങ്ങാളയ്ക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ ഇന്നാളി ഫോണിൽ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു. അത് തീർന്നില്ലടാ, അമ്മമാർ വന്നാൽ വെറുതെ സംസാരമോ വേണ്ട. നീ ഇങ്ങോട്ട് വേടാ. ക്ലീറ്റോ മച്ചമ്മയുണ്ട്, ലില്ലിപ്പണ്ണുണ്ട്, ചേട്ടത്തി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എടാ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, സാധനം കൊണ്ടുവന്നു. നീ ഇങ്ങോട്ട് വാ കേട്ടോ, നാളെ തന്നെ വാന്ന്. ശരി, നിനക്കറിയാമല്ലോ, നിനക്ക് എന്തേലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി. അല്ലെ മറ്റേ സുനാട്ടി ഇട്ട് തരാം മാപ്പ്. ശരി. റൊണാൾഡേ, നീ ഇപ്പൊ ചിരിച്ച് സന്തോഷിച്ച് വർത്താനം പറഞ്ഞതാണോ? ഇത്രയൊന്നും സന്തോഷിക്കരുത്. അടുക്കളയിൽ നിന്നപ്പോ ഞാൻ ഓർത്ത് നിനക്ക് എന്താ അറ്റാക്ക് വന്നതാന്ന്. എനിക്ക് അറ്റാക്ക് വരും. ആര് വരുന്നത്? പൗലോസപ്പയുടെ ബെനഡിക്റ്റ്. അതാരാ അത്? ചരുവിളക്കുന്നെ താമസിക്കുന്ന പൗലോസപ്പില്ലേ, ക്ലീറ്റമച്ചമ്മയുടെ അമ്മാച്ചൻ, ഞങ്ങളുടെ അമ്മാച്ചൻ. പൗലോസപ്പയുടെ ബെനഡിക്റ്റ് ആയിരുന്നു, അവൻ ഗൾഫിലായിരുന്നു. അവൻ ഇങ്ങോട്ട് വരുന്നു. അതാണ് അത്ര വലിയ കാര്യം. അത്ര വലിയ കാര്യമെന്നോ, എന്റെ ചങ്കാണവൻ. ഞാന്, സൈമന്, ബെനഡിക്റ്റ്, ലില്ലിപ്പണ്ണ്, ഞങ്ങളായിരുന്നു കൊടങ്ങാള ഒരു ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ കബഡി കളിക്കും, ക്ലബിലെ പരിപാടിക്കും. ലില്ലിപ്പണ്ണും അവനെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടാ. ഞാൻ പോലും ലില്ലിപ്പണ്ണ വഴക്ക് പറയാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ നീ എന്തിനാണ് ലില്ലിപ്പണ്ണെന്ന് വിളിക്കുന്നത്? ലില്ലിമോളേന്ന് അവനാ വിളിച്ചത്. അത് കേട്ടാ ക്ലീറ്റമച്ചപ്പ പോലെ ലില്ലിമോളേന്ന് വിളിക്കുന്നത്, അതിനുമ്പോൾ ലില്ലിന്നായിരുന്നു വിളിക്കുന്നത്. അതേപോലെ ലില്ലിപ്പണ്ണ കല്യാണമായപ്പോൾ അവന് എന്തോരം വിഷമായെന്നറിയാവോ? ഇപ്പൊ എന്താ പറഞ്ഞേ? ലില്ലിപ്പണ്ണിന്റെ കല്യാണമായപ്പോൾ ബെനഡിക്റ്റിന് ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമമായിരുന്നു. കല്യാണത്തിന് വന്നില്ലേ? അതെന്തിനാ ലില്ലിപ്പണ്ണിന് കല്യാണം ആയതിന് അവൻ വിഷമിക്കണ എന്തിനാ? അവര് ഭയങ്കര കൂട്ടല്ലായിരുന്നു കൊച്ചുനാള് മുതലേ. ക്ലബിലെ ചലച്ചിത്രാനവണത്തിന് ഇവരായിരുന്നു മോഹൻലാൽ മൗണ്ട്. ചിത്രത്തിലെ തൗട്ടിൽ നിന്ന് ആ പാട്ടൊക്കെ ഇവര് പാടുമായിരുന്നു. തൗട്ടിലോ? ശരിക്കും പറഞ്ഞാലേ ബെനഡിക്റ്റ് ലില്ലിപ്പണ്ണോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അതങ്ങനെ അവനവന്റെ വീട്ടിലൊക്കെ പറഞ്ഞതാ. അവരുടെ പപ്പയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ അതങ്ങ് എന്നിട്ട് അത് പിന്നെ അവരുടെ പപ്പ പറഞ്ഞിട്ടൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ഒളിച്ചോടിയെന്ന് പറഞ്ഞ് പിന്നെ അവസാനം കനം പറ്റപ്പോഴോട് ഇങ്ങോട്ട് വരേണ്ടി വന്നേ. ശരിക്കും പറഞ്ഞാൽ ബെനഡിക്റ്റിന്റെ ഭാര്യയായിട്ട് അവരവളെ താമസിക്കേണ്ട ലില്ലിപ്പണ്ണ്. ഇത് ഞാൻ എന്താ നിങ്ങളെ കുഴപ്പം എന്താ? ബെനഡിക്റ്റ് നാളെ വരും ഇങ്ങോട്ട് എന്നെ ലില്ലിപ്പണ്ണെ കാണാൻ. എന്താ വരണ്ടേ? വരണ്ടാന്ന് പറയണോ? ചേട്ടത്തി പറഞ്ഞു വരണ്ടാന്ന് വിളിച്ചു പറയണോ? അതല്ല, മറ്റേ ഇതെന്താ അമരവേളയില് പൗലോസ് ഒപ്പയൊക്കെ അമരവേളയിലല്ലേ താമസിക്കുന്നേ. അപ്പം ഈ കനകമ്മച്ചമ്പി ലില്ലിപ്പെണ്ണിനെ കല്യാണം കഴിച്ചില്ലായിരുന്നെ ബെനഡിക്റ്റ് ആലോചിച്ച് കെട്ടിയിട്ട് ഇപ്പൊ അമരവേള താമസിക്കേണ്ട എന്റെ ലില്ലിപ്പെണ്ണ്. അപ്പൊ ഇയാൾക്ക് ലില്ലിപ്പെണ്ണിനെ ഇഷ്ടമായിരുന്നോ? ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രേമമായിരുന്നോ? പ്രേമെന്ന് വെച്ചാൽ ഇഷ്ടം ഉണ്ടായിരുന്നു. കാര്യം അവരമ്മ കല്യാണം കഴിക്കണമെങ്കിൽ പ്രേമല്ലേ? ഇവൻ ലില്ലിപ്പണ്ണിനെ ഇഷ്ടമാണെന്നുള്ള ആരും പപ്പയെടുത്ത് പറഞ്ഞായിട്ട് എനിക്കറിയാം. പക്ഷെ അത് വല്യപ്പ എടുത്ത് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം റൊണാൾഡേ, ഈ ഇവിടെ ഇരുന്നിട്ട് ഈ ഇത് മനുഷ്യനെ ഉറങ്ങാനുള്ളതാ, അല്ലാതെ മനുഷ്യന്റെ വായില് ചുമ വന്നോ? അല്ല പിന്നെ അത് കൊണ്ടുപോയി. അപ്പൊ അവിടെ അടുക്കള വെക്കണ്ടേ? അടുക്കളയില് വേണ്ട. നീ കൊടങ്ങാവിളക്ക് പോ. നിന്റെ വീട് കൊടങ്ങാവിളയിലല്ലേ? നീ ഇവിടെ നിൽക്കണ എന്ത് കാര്യത്തിനാ? ചേട്ടാ ഇതിപ്പോ ഇങ്ങനെ എടുത്തിടാൻ മാത്രം ഇവിടെ എന്തോ സംഭവിച്ചു? ഞാൻ നിങ്ങളെ വീടിന്റെ ഒരു ജോലി ചെയ്യാൻ വേണ്ടിട്ടല്ലേ നിന്നത്. വേണ്ട, എന്റെ കാര്യം ചെയ്യാൻ, ഞങ്ങളുടെ കാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളോ? നമ്മളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴാ ഞങ്ങൾ? പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇന്നിപ്പോ വേറെ ചോറും ഇതൊന്നും ഉണ്ടാവില്ല. ചോറുണ്ടാവില്ലേ? എന്താ പറ്റി? ഒന്നറിയണമല്ലോ. നിന്നോടല്ലേ ഞാൻ
പറഞ്ഞത്. നിന്നോടല്ലേ നിർത്താൻ പറഞ്ഞത്? ഇതിപ്പോ ഒരു കുഴപ്പമില്ലാതിരുന്ന് വൈകിട്ട് ചപ്പാത്തി മുട്ടക്കറി മേറയോ മോനെ എന്ന് ചോദിച്ചാൽ അവർക്ക് നിങ്ങൾക്ക് ഇതിപ്പോ പെട്ടെന്ന് എന്ത് നാഗവല്ലി കയറാൻ കാര്യം? എനിക്ക് പറ്റൂല, അത്രേ ഉള്ളു കാര്യം. ഞാനിവിടെ നിൽക്കുന്നതോ? അതെ, അങ്ങനെ അന്ന് ക്ലീറ്റ മച്ചൻ പേരട്ടെ, അന്ന് എനിക്കറിയണമല്ലോ ഇവിടെ ആരാണ് മച്ചമ്പി മിനി മുതൽ ഇവിടെ നിക്കണില്ല. അപ്പോഴോ? ഓഹോ ശരി, ഞാൻ നാളെ ബെനഡിക്റ്റിനോടൊപ്പം. ഇത്ര വൃത്തികെട്ട ഒരു കുടുംബക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും പകതിരിവില്ലാത്ത കുടുംബക്കാര്. മാറങ്ങോട്ട്. ഒരു വീട്ടിൽ വരുമ്പോ എന്നാ മനുഷ്യരുള്ളപ്പോഴല്ലേ വരേണ്ടത്? ഇപ്പൊ ഈ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ആര് വരുന്നത്? ഞാൻ എല്ലാരും ഉള്ളപ്പോഴല്ലേ ഞാൻ ഇവിടെ വന്നത്. എന്തായാലും പറയാനുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോകണം. അല്ലാതെ കണ്ണ് വെറുതെ കാണിച്ചോട്ടോ മൂക്ക് വികസിപ്പിച്ച് കാണിച്ചിട്ടോ കാര്യമില്ല. ഞാനൊരു പുരുഷനാണ്, നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കൊരു വ്യക്തിത്വമുണ്ട്, എനിക്കൊരു ആത്മാവുണ്ട്, ഒരു കുടുംബമുണ്ട്, ഒരു ഫാമിലി ഉണ്ട്. നിന്നോട് അങ്ങോട്ട് പോകാനാ ഞാൻ പറഞ്ഞത്. ഉച്ചിയിലും കണ്ണു വെച്ചിട്ടില്ല. അളിയ മറ്റേ സോപ്പുണ്ടല്ലോ ഞാൻ സ്ഥിരം വാങ്ങിക്കണ യാഡ്ലി, അത് ഒരു 5 എണ്ണം. പിന്നെ ഈ വെയിൽ കൊണ്ടാൽ നമുക്ക് ഏക്കാത്ത സൺസ്ക്രീൻ നല്ലത് ഏതെങ്കിലും അതൊരെണ്ണം. പിന്നെ ഒരു പെർഫ്യൂം എന്തെങ്കിലും ഊത് കിട്ടുമെങ്കിൽ നല്ല ഊതും കൂടെ അളിയ നീ വരുമ്പോൾ കൊണ്ടുപോവാ കേട്ടാ. നമ്മളെ ജോണിയാ അജ്മാനില്ലേ, വരാൻ പോകുന്നുണ്ട് അടുത്ത ആഴ്ച. എന്തോന്ന് വേണമെന്ന് ചോദിച്ചു. സോപ്പും ഇതൊക്കെ പറഞ്ഞ നിനക്കാരെല്ലാം വേണോ? എനിക്കൊന്നും വേണ്ട. നമ്മളെ ഈ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇനിയിപ്പം നമ്മളെ കുടുംബത്തിലെ ആളുകൾ വരണുണ്ട്, അവൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് ബെനഡിക്റ്റേ നാളെ വരൂന്നല്ലേ പറഞ്ഞത്. അവൻ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിടേ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ഈ കുടുംബക്കാരുടെ അടുത്ത് പറയണത് സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞാൽ അതാണ് സന്തോഷം. ആ ചെറുക്കൻ ആളെങ്ങനെയാ? ബെനഡിക്റ്റ് ആണ്ട നല്ല ജോലിയും സ്വഭാവമൊക്കെ. സ്വഭാവം ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല നമ്മുടെ കുടുംബത്തിലില്ലെങ്കിൽ ഏതാണ് മോശം? നല്ലതല്ലേ അവൻ. അവൻ പണ്ടേ പൈസ ഉണ്ടാക്കാൻ മിടുക്കനവൻ. അവിടെ നാട്ടിലുള്ളപ്പോഴേ അവൻ കൊച്ചു കൊച്ചു പരിപാടികളും അത് ഇതുമൊക്കെ ചെയ്യും. റൊണാൾഡ് എന്താണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തെന്ന്? എന്തോ ഭയങ്കര സ്നേഹമായിരുന്നെന്നാ. അവൻ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമാണ്. എല്ലാവരുടെ അടുത്ത കാര്യമല്ല പറഞ്ഞു. പിന്നെ ലില്ലിനോട്. ലില്ലി, അയ്യോ ലില്ലിയുടെ കാര്യമൊന്നും പറയണ്ട. ലില്ലിക്ക് അവന് ബെനഡി അച്ചാച്ചാ അച്ചാച്ചാന്ന് പറഞ്ഞ് വിളിച്ച് ബെന്നി ചച്ചാന്ന് പറഞ്ഞ് വിളിച്ച് പറയുകയാണൊക്കെ. അവൻ നല്ല അസലായിട്ട് പാടും. ഈ പള്ളിയിലെ കൊയർ പരിപാടിക്കൊക്കെ ഉണ്ടല്ലോ, എല്ലാം അവനാണ് പാട്ടിന് മുൻതരിക. അത് ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ അവനെ കണ്ടാലും ഒരു പാട്ട് പാടിത്താന്ന് പറഞ്ഞിട്ട് ഈ നാളെ വരുമ്പോൾ കേൾക്കാം. പിന്നെ ഇനി അവൻ ഇപ്പോൾ പാട്ടും പരിപാടിയൊന്നുമില്ല, കച്ചവടം ബിസിനസ്സും ഒക്കെ ആയിട്ട് അതിൻ്റെ പുറകെയാണ്. നല്ല പയ്യനാണ്. ഇതൊന്നും ഞങ്ങൾ നേരത്തെ അറിഞ്ഞില്ലല്ലോ. ഇതൊന്നും ഞങ്ങൾ നേരത്തെ അറിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ നേരത്തെ നിന്നെ അറിയിച്ചിട്ട് എന്ത് കാര്യം? കാര്യമൊന്നുമില്ല, പറഞ്ഞതാ. എന്തോന്നടി? ഞാൻ കിടക്കാൻ പോവാ. ഓ കിടന്നോ. ഞാൻ അയ്യോ അപ്പുക്കുട്ട സാറിനെ ഒരു വാച്ച്, അത് ജോണിയുടെ അടുത്ത് പറയട്ടെ, അതും കൂടെ കൊണ്ടുവരാം. കുട്ട സാറിന്റെ വാച്ച് അളിയ പിന്നെ നമ്മുടെ അപ്പുക്കുട്ട സാറിൻ്റെ കൊച്ചുമോന് കൊടുക്കാനായിട്ട് മറ്റേ ഇപ്പോഴത്തെ പിള്ളേരുടെ വാച്ച് മറ്റേ ഇത് വാർത്താനം പറഞ്ഞു. അതിനിടയ്ക്ക് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതിനിടയ്ക്ക് സംസാരിച്ചാൽ അതും കേൾക്കില്ലടി. അലക്കല്ലേ, ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ. അളിയ അപ്പുക്കുട്ട സാറിൻ്റെ മോന് ഒരു സ്മാർട്ട് വാച്ച് കൊടുക്കാം. ഒരു കാര്യം പറയാൻ അവള് ലൈറ്റും പുറത്തു പോകും. നീ എണീറ്റ് പറയാ വരല്, ഞാൻ അവിടെ അങ്ങനെ പോയി പറഞ്ഞോളാം. അളിയ അപ്പുക്കുട്ട സാറിൻ്റെ മോന് ഒരു വാച്ച് വേണം. മറ്റേ ഇപ്പോഴത്തെ ഫോണൊക്കെ സംസാരിക്കാൻ പറ്റുന്ന വാച്ച്, അത് ഒരെണ്ണം കൂടെ കൊണ്ടുവരണേ. ചേച്ചി എന്ത്? ഞാൻ വന്നത് എന്നിട്ട് എന്തിനാ മിണ്ടാതെ പോവാൻ പോണത്? പോയതല്ല, കിഴങ്ങേറിയാ. ഞാൻ ഇച്ചിരി കിഴങ്ങേറി മേടിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ ഇല്ലല്ലോ, കുഴപ്പമില്ല, പിന്നെ മതി. ആയിട്ട് മതിയാ. നീ ഇതെന്താ പോണാ? ഡാൻസ് ക്ലാസ്സിൽ പോണാ? ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് പോണില്ല. എന്താ പറഞ്ഞില്ലേ ചേച്ചി? എന്ത്? റൊണാൾഡോ ചേച്ചനൊന്നും പറഞ്ഞില്ലേ? ഇംഗ്ലീഷ് ചേച്ചനൊന്നും പറഞ്ഞില്ലേ? നീ എങ്ങനെ അറിഞ്ഞ? എന്റെ അടുത്ത് അവര് പറഞ്ഞ്. വിളിച്ചില്ല. ക്ലീറ്റോ ചേട്ടനും റൊണാൾഡോ ചേച്ചനും പറഞ്ഞ് ബെനഡിക്റ്റ് ചേച്ചൻ വരുന്നുണ്ടെന്ന്. ശരിക്കും ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ചേച്ചി. ഞാൻ പിന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. ആണാ?
പിന്നെ എന്തിനീ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇതിനകത്ത് നിൽക്കുന്നത്? കറയൊക്കെ ആവും. പോയ ചേച്ചി അവിടെ നിന്ന് എത്ര വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അച്ചാച്ചനെ കാണുന്നതാ. പിന്നെ ഞാൻ കൂറ പിടിച്ച് നിക്കണ. അയ്യേ ചേച്ചി ഈ നൈറ്റി ഒക്കെ പോയി മാറ്, നല്ല നൈറ്റി എടുത്തിട്. ഞാൻ മാറണ്ടല്ലോ. എന്നാല് എന്നെ വിളിച്ചില്ല, ദുഷ്ടം വരട്ടെ, ഞാൻ നല്ലത് പറയുന്നുണ്ടല്ലോ. വിളിക്കാറില്ല അല്ലേ? വിളിക്കാറൊന്നുമില്ല ചേച്ചി, വല്ലപ്പോഴും ഒക്കെ വിളിക്കും. നാട്ടിൽ വരുന്നതിന് മുന്നേക്കെ ചിലപ്പോ എടി ഞാൻ ഇന്ന ഡേറ്റിൽ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പക്ഷെ ഈ പ്രാവശ്യം എന്നെ വിളിച്ചില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് വരുന്നതാന്ന് തോന്നുന്നു. പിന്നെ ഈ ഈ ചെറുക്കൻ കല്യാണം കഴിച്ചില്ല അല്ലേ? എവിടുന്ന്? ഫസ്റ്റ് കല്യാണം കഴിച്ചിട്ടില്ലേ ചേച്ചി? എത്ര പേര് പറയണ്ടെന്നറിയോ? എവിടുന്നൊക്കെ നല്ല ആലോചന വന്നറിയോ? കെട്ടാതെ നിക്കുക. എനിക്കറിയാൻ പാടില്ല. 2 വർഷത്തിന് മുന്നേ വന്നപ്പോഴത്തേക്ക് പള്ളി പെരുന്നാളിന് ഞങ്ങൾ എല്ലാരും കൂടെ പോയത് ഓർമ്മയുണ്ട് ചേച്ചിക്ക്. അന്ന് പള്ളി ഗ്രൗണ്ടിൽ വെച്ച് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എന്തുവാ ചേച്ചാ ഇങ്ങനെ കെട്ടാതെ നിക്കണെന്ന് ചോദിച്ചാൽ പറയണേ, നിന്നെ പോലത്തെ പെണ്ണെ കിട്ടണ്ടേന്ന്. എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ ഈ നമ്മുടെ കനകം വന്നാ മതിയായിരുന്നല്ലേ ആ ചെറുക്കൻ വരുമ്പോഴേ? കനകൻ ഇല്ലല്ലോ ഇവിടെ. എന്നെ ഏട്ടനെ കാണാനല്ല വരുന്നത്, എന്നെയും ക്ലീറ്റോ ചേട്ടനെ റൊണാൾഡോ ചേച്ചനെ കാണാനല്ല വരുന്നത്. ഈ റൊണാൾഡോ ചേച്ചനായിട്ട് എന്തൊരു കൂട്ടാന്നറിയാം, അവരൊരു പ്രായമല്ലേ. പിന്നെ കൂട്ടാണെന്നാ. ഞാൻ കൊടങ്ങാവളെ പോയി കഴിഞ്ഞാൽ ഇവരുടെ കൂടെ തന്നെയല്ലേ. എന്നെയും കൊണ്ട് ഇങ്ങനെ നടക്കും ചേച്ചി ഓരോ സ്ഥലത്തും. അത് വേണാ ഇത് വേണാ പള്ളിപ്പറമ്പിൽ ചെന്നിട്ടാ എന്റെ മുന്നോ പെരുന്നാളിനോട്ട് ജ്യൂസ് വേണാടി ചായ വേണാടി എന്നിട്ട് എന്നെയും കൊണ്ട് വളക്കടയിൽ പോയിരിക്കണേ ചേച്ചി. വളയിടേണ്ട പ്രായമാണോ ഞാൻ? ലാസ്റ്റ് ഭയങ്കര സ്നേഹമാ. എന്നിപ്പോ വരുമ്പോ കണ്ടോണേ എന്തൊരു സ്നേഹമാന്നു. കനകനും ഭയങ്കര സ്നേഹമല്ലേ? ആരോട്? നമ്മളോടൊക്കെ. പിന്നെ ആണല്ലോ. എന്നാലും ഇവരുടെയൊക്കെ സ്നേഹമേ എനിക്കാണെ എത്ര ഭയങ്കര ഇങ്ങനെ എന്താ പറയണ ഭയങ്കര സന്തോഷം. കുറെ വർഷം കഴിഞ്ഞ് കാണണല്ലേ ചേച്ചി, അതിന്റെ ഒരു പെപ്രാളം. പിന്നെ ഭക്ഷണം എവിടുന്ന ചേച്ചി? ഇവിടെ ഉണ്ടാക്കണോ അതോ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞ അവിടെ എന്തൊക്കെയൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്ന്? അവിടെ ഉണ്ടാക്കാം. ഈ പ്രാവശ്യം വരുമ്പോ അയാൾക്കൊരു കല്യാണം നോക്കാം നമുക്ക്. അയ്യോ അതൊന്നും നോക്കത്തൊന്നുമില്ല. മനസ്സിൽ വേറെന്തൊക്കെയോ പ്ലാനാണെന്ന് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല ചേച്ചി. ഞാനൊരു കല്യാണം എന്തായാലും നോക്കും. ആര്? നമ്മൾ നോക്കിയിട്ട് എന്ത് കാര്യം? നമ്മളല്ലല്ലോ കെട്ടേണ്ടത്. പറഞ്ഞു കെട്ടിക്കണം. പിന്നെ കല്യാണം കഴിയാതെ ചേച്ചി പറഞ്ഞ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. പിന്നെ അല്ലേ ഇനി ചേച്ചി പറഞ്ഞിട്ട് പോടും, അതൊന്നും കേൾക്കത്തൊന്നുമില്ല. അതല്ല ഒന്നുമില്ല. ഇതാവുമ്പോ വിളിച്ചാ മതി. ഇതാകുമ്പോ വിളിക്കാം. അപ്പൊ അവിടെ ഉച്ചക്ക് ഊണിന് അവിടെ അല്ലേ, അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. ഇത് നിനക്ക് കൊള്ളില്ല കേട്ടാ. ഇത് കൊള്ളില്ല. ഇത് മതി ചേച്ചി. അച്ചാച്ചന് വെള്ള കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മതി. നല്ലല്ലേ? എന്നാ ചെല്ലിതാവുമ്പോ ഞാൻ വിളിക്കാം. മാറ് എന്നാ പോകാം. ആവുമ്പോ വിളിക്കാം. അല്ല ഇവിടെ നിക്കേ. വേണ്ട പോകാം. കോഴി വാങ്ങിക്കാൻ പറയണേ. ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങിക്കാൻ പറയണേ. വാ വാ എന്റെ അമ്മ. എത്ര നാളെ കണ്ടിട്ട്. ഒരു മാറ്റം ഇല്ല കേട്ടാ. 2 വർഷത്തിന് മുന്നേ കണ്ട അതേ ആള് തന്നെ. സുഖം. എല്ലാരും ഉണ്ട്, അവിടെ ഉണ്ട്. ക്ലീറ്റോ ചേട്ടാ, ചേച്ചി പഠിച്ചോ? ഇതിൽ ഇച്ചിരി കൂടെ തഴയേണ്ടത്. ഇപ്പൊ ഞാൻ നല്ല എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചേച്ചി എവിടെ? അവരെന്താ? ക്ലീറ്റോ എന്റെ അമ്മ. പതുക്കെ പതുക്കെ കേറ്. കേറായിരുന്നു പയ്യേ. പഴയ പോലെ ഒരു മാറ്റമില്ല. ഞാൻ പറയുന്നത് നല്ല ഗ്ലാമർ ആയിട്ടിരിക്കുന്നു. അവിടുത്തെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് ഉടനെ വരാം. നിങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയം കൊണ്ട് നടക്കുമല്ലേ? ഞാൻ ഒരു വിസ എടുത്തു തരാം ബഹറിലോട്ട്. അയ്യോ അയ്യോ അയ്യോ, എനിക്കൊരു വിസ. എടാ നിന്നെ പോലെ കുറെ എണ്ണം
അടിമകളായിട്ട് അവിടെ കിടന്ന് ജോലി ചെയ്യണം. അതിൽ അന്തസ്സാണ് സ്വന്തം നാട്ടിൽ എന്തെങ്കിലും സേവനം ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകണത് കേട്ടാ. എന്റെ പൊന്നുമോൻ വല്ലതും കഴിക്കാൻ നോക്ക്. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ഓ ശരി ശരി. പെട്ടെന്ന് വരണോ. ആ കവർ ഇരിക്കണത് എടുക്കല്ല, അതൊക്കെ വേറെ. അത് എനിക്ക് കൊണ്ടുവന്നേണോ. നീ വാ, താഴോട്ട് വാ, താഴോട്ട് വാ. ഇങ്ങോട്ട് കയറണ്ട. അവിടെ അല്ലേ എല്ലാം പറ്റുമോ? നീ ഇങ്ങോട്ട് വന്നേ. നീ ഇത് കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് വരാം. ചേച്ചി ഇത് വെച്ചിട്ട് ഞാൻ വരാം. നിന്റെ കോള് വന്നപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷയില്ലല്ലോ. നമസ്കാരം. വേറെ ഉണ്ട്. കേറ് കേറ്. അയ്യോ, എല്ലാം റെഡിയായ? ചോറൊക്കെ എന്താ? ഇതെന്തോ ചിക്കൻ കറിയാ? പിന്നെ കണ്ണുണ്ടൂടെ? വറുത്തില്ലേ ചിക്കൻ? ചിക്കൻ വറുത്തില്ലേ? ഏതെങ്കിലും ഒന്നും ഓരോന്നല്ലെങ്കിൽ കറി അല്ലെങ്കിൽ വറുത്തു. എന്തുവാണ് ചേച്ചി? ചിക്കൻ വറുക്കണമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലേ. അതാണ് അച്ചാച്ചന് ഇഷ്ടം. ഇരിപ്പുണ്ടോ ഫ്രിഡ്ജിലെങ്ങാനും? ഞാൻ പെട്ടെന്ന് വറുക്കാം. പിന്നെന്തുവാ ഉണ്ടാക്കിയത്? ഇതെന്തുവാ? സാമ്പാറാ? രാവിലത്തെയാ? ചേച്ചി ഈ സാമ്പാറും ചിക്കൻ കറിയും കൂട്ടിയാണ് കൊടുക്കേണ്ടത്. മൂടി കാച്ചിയില്ലേ? ഇതെന്താ അയാൾ തീറ്റ കാണാത്ത സ്ഥലത്തുനിന്ന് വന്നോ? അയാൾ തീറ്റ കാണാത്ത സ്ഥലത്ത് നല്ല വന്നിരിക്കുന്നത്. പക്ഷെ കൊടുക്കണം നമുക്കൊരു മര്യാദയുണ്ട്. ഇത്രയും മര്യാദ എന്ത്? ഈ രാവിലത്തെ സാമ്പാറും ഈ ചിക്കൻ കറിയും കൂട്ടിയാ? മീൻകറി വെച്ചാ? നീ മേടിക്കാതെ മീൻകറി വെക്കാൻ എനിക്കെന്താ മായാജാലം അറിയാം. നീ വാങ്ങിച്ചില്ലേ? ഇല്ല. പൊന്നു ചേച്ചി, പ്ലേറ്റ് ചേട്ടൻ പറഞ്ഞാണല്ലേ ഏർത്ത് ഞാൻ ചിക്കനും മീനും ഒക്കെ വാങ്ങിക്കുന്നുണ്ടെന്ന്. മീൻ വാങ്ങിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇട്ട് വെച്ചേനല്ല ചേച്ചിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ. ഇത് മോരും കാച്ചിട്ടില്ല, ഒരു തോരൻ വെക്കാറുന്നില്ല ചേച്ചിക്ക്? തോരൻ വെക്കാനൊന്നുമില്ല. ഒന്നുമില്ലെന്നാ ഇതെന്തുവാണ് പിന്നെ? ഇത് വെച്ചൊരു തോരൻ വെക്കാറുന്നല്ലേ? ക്യാബേജ് അധികം തിന്നാൻ പാടില്ല, കല്ല് വരും. അത് ചേച്ചിക്കാണ് കല്ലുള്ളത്, അവിടെ കല്ലുള്ളത്. അച്ചാർ കൊല്ല ഇരിപ്പുണ്ടോ? അതും ഇല്ലേ? അച്ചാറ് കൊളസ്ട്രോളാ. പപ്പടോ ഈ തടി ഇപ്പോഴും എങ്ങനെ ഇതേപോലെ നിലനിർത്തുന്നടാ? ഞാൻ അവിടെ രാവിലെ ജിമ്മിലേക്ക് പോകും. കമ്പനി ജിമ്മൊക്കെ ഉണ്ടോ? പിന്നെ ഡ്യൂട്ടിക്ക് പോണതിന് മുമ്പ് അത് ശരി. രാവിലെ എഴുന്നേറ്റ് പോണം. പക്ഷെ മിസ്റ്റർ ബഹ്റിനായാണോ നീ പോയിട്ട്? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ആരോഗ്യം അങ്ങനെ. കേരളത്തിൽ നിന്ന് റമ്മടിച്ച അടിച്ചില്ല ഇതുവരെ. അങ്ങനെയാണ് ഇന്ന് നമുക്ക് ഇടപഴങ്ങിപ്പാ. അത് നമ്മൾ പോകുമ്പോ ഇപ്പൊ അറിയില്ലേ? കുഴപ്പമില്ല. ഇതെവിടെ പോലും മീനച്ചാർ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരാം. ശരിക്കും പറഞ്ഞ നിന്റെ ഇഷ്ടങ്ങളൊന്നും അവള് ഇപ്പോഴും മറന്നിട്ടില്ല. അതെ, മീനച്ചാർ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. അവിടെ ഈ സാധനം ഇവിടെ കിട്ടാനാണ്. അവിടെ കിട്ടത്തില്ല. ഇവിടെ നാലും കയറ്റി വിട്ടല്ലേ ഉള്ളു. അതല്ലേ നമുക്ക് ക്ലിറ്റ വെച്ച ബിപ്പാലും പാർട്ടി ഓഫീസറെ പോയി കിട്ടാം. എന്നിട്ട് ചോറും കഴിച്ചു ഇരുന്ന് മുഷിഞ്ഞാ. നാട്ടിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കല്ലോ. നീ പോയിട്ട് ഒരു ഇച്ചിരി വാഴയില എടുത്തിട്ട് വന്നേ. കഴിയല്ലേ? ചോറുണ്ടാൻ. അതിന് സദ്യ ഒന്നുമില്ലല്ലോ, ചോറ് കുറച്ചല്ലോ. അത് പ്ലേറ്റ് ഇവനാണ് പണ്ടേ ഇങ്ങനെ പ്ലേറ്റ് പിടിച്ചിങ്ങനെ ഇന്ന് കഴിച്ചു. അങ്ങനെയല്ല, അതൊക്കെ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അവർക്കൊക്കെ വാഴയില കിട്ടാൻ തിന്നാൻ കൊതിയ ഉണ്ടാവും. അവിടെ ഉണ്ടല്ലോ, അവിടെ ഈന്തപ്പനയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ, അവരവിടെ അങ്ങനെ കഴിച്ചോളൂ. ഈന്തപ്പനയുടെ ഇലയല്ലേ, ഈന്തപ്പനയുടെ ഓലയാണ്. എടുത്തുണ്ടോ അപ്പന്ന? വന്നിട്ട് കഴിക്കാലോ. ഒന്ന് ചെല്ല് റൊണാൾഡേ. ഒന്നും കാണാനല്ല പറമ്പില്. ആ ചെറുക്കൻ അവിടെ എങ്ങനെ ഇരിക്കട്ടെ, അത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നിട്ട്. അല്ല, നമ്മുടെ പറമ്പും പരിസരങ്ങളും കണ്ടില്ല. പിന്നെ പറമ്പിന് മാത്രം ഇത് ഗൾഫിലുള്ള പോലെ ഒന്നും ഇവിടെ ഇല്ലല്ലോ. ചെല്ല് പോ. എടാ, പിന്നെ ജോഷയുടെ പെങ്ങള് മൊബൈലിൽ അടങ്ങി അറിഞ്ഞോ? ഇല്ല. എന്റെ വന്നിട്ട് പറയാം. കഴിക്ക്. എപ്പോഴും പറയൂട്ടെ അവരെല്ലാവരും ഇരിക്കേണ്ട കാര്യം. കൊറേ കാലം കണ്ടിട്ടാ. അതെ അതെ, ചോദിക്കണോണ്ടൊന്നും തോന്നരുതിട്ടാ. ഒരു ചേച്ചി ചോദിക്കണായിട്ട് വിചാരിച്ചോളണം. എന്താ കല്യാണം കഴിക്കാന്? കല്യാണം പണ്ട് ഒരു പെണ്ണിന് ഇഷ്ടം ഉണ്ടായിരുന്നു, പിന്നെ അത് നടന്നില്ല. പിന്നെ ഞാനും അതിനുവേണ്ടി മെനക്കെട്ടതുമില്ല. പിന്നെ ജോലിയൊക്കെ ഇപ്പോഴല്ലേ റെഡി ആയത്. അല്ലെങ്കിൽ വർഷം കുറെ പോവുകയും ചെയ്യും. അപ്പൊ ജോലി ആയാലും ഇനി ഒരു പെണ്ണൊക്കെ കിട്ടി നല്ല സുഖമായിട്ട് ജീവിക്കണം. അതൊക്കെ ഓക്കെയാണ്. ഇവിടെ ചില ആൾക്കാർ പറയുന്നത് ഈ കല്യാണം കഴിക്കണം നല്ല പരിപാടി അല്ലെന്ന്. അയ്യോ, നുണ പറയണതാ. നല്ലതാ കല്യാണം കഴിച്ചാല്. ഞാനൊക്കെ എന്ത് സന്തോഷമായിട്ടാ ജീവിക്കണേന്ന് അറിയാമോ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ.
എന്റെ ഇവിടെ മറ്റേ മേരി കുഞ്ഞമ്മ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, ഞങ്ങളുടെ ഇതിനകത്തുള്ളതാ, കുടുംബശ്രീയിലുള്ളതാ. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോണം. അപ്പൊ അവർക്കൊരു മോളുണ്ട്, ഒറ്റ മോളേ ഉള്ളൂ. നല്ല ഇഷ്ടംപോലെ സ്വത്തുണ്ട്, നല്ല പഠിച്ച് നല്ല അച്ചടക്കമുള്ള കൊച്ച്. ഞാൻ ആലോചിക്കട്ടെ. ഓ വേണ്ട ചേച്ചി, ഇപ്പൊ ഇത്രയും പ്രായം കഴിഞ്ഞ്, അത് മാത്രമല്ല ഇനി കല്യാണം കഴിച്ചൊരു കൊച്ചൊക്കെ ആകുമ്പോഴേക്കും ഞാനങ്ങ് വയസ്സാവും, പിന്നെ അതിനെ വളർത്തണം. ഓ വേണ്ട, ഇതിപ്പോ ഇങ്ങനെയൊക്കെ പോണോ നല്ലത്. ഇപ്പൊ സിംഗിൾ എന്ന് പറയുകയും ചെയ്യല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ടെൻഷനല്ലേ? ഓ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്കെന്ന് പറഞ്ഞാ അപ്പച്ചന്റെ അമ്മച്ചിക്കൊക്കെ ബെനഡിക്റ്റിന്റെ ഒരു കൊച്ചിനെ കാണണമെന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ബെനഡിക്റ്റ് ഒരു കല്യാണം കഴിക്കുന്നേ. അതിന് ചേട്ടന്റെ മക്കളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ടീനുവും മീനും. പക്ഷെ ഇത് ഞാനൊന്ന് ആലോചിക്കും. ഇതോ? ഓ വേണ്ട ചേച്ചി. നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ 2 കൊല്ലം മുമ്പ് ലില്ലിനെ പള്ളിപ്പെരുന്നാളിന്റെ അന്ന് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞത് ലില്ലിനെ പോലെ വേറൊരു പെണ്ണിനെ കിട്ടിയില്ല, അതുകൊണ്ടാണ് കല്യാണം കഴിക്കാതിരുന്നേന്ന്? ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ നേരത്തെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ലില്ലിയ. ആ ലില്ലിയായിരുന്നു എനിക്ക് ഇഷ്ടം. അപ്പൊ ലില്ലിക്കോ? ലില്ലിക്കും ഇഷ്ടമുണ്ടായിരുന്നു. എന്നോടല്ല, കനകല്ലേട്ടനോട്, നിങ്ങളുടെ സഹോദരനോട്. അവൾക്കതായിരുന്നു ഇഷ്ടം. അവൾ അയാളെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്നു. ഞാൻ പിന്നെ നമുക്ക് സ്നേഹം പിടിച്ചു വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ ചേച്ചി, അതൊക്കെ അറിഞ്ഞു കിട്ടേണ്ടതല്ലേ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല? നോക്കി. ഞാൻ ഹൈദരാബാദില് മണികൊണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജോലിക്ക് വരുന്നു, ടയർ കമ്പനിയിൽ. അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു, ടീന ദിഗുബാട്ടി. ടീന ദിഗുബാട്ടി. നമ്മളെ ഇവിടെ മീനാക്ഷി കല്യാണി എന്നൊക്കെ പറയുന്നത് അതേപോലെ. അവളോട് ഞാൻ ഇഷ്ടം പറഞ്ഞായിരുന്നു, പക്ഷെ അവൾക്ക് തന്നെ ഇഷ്ടമല്ല ചേച്ചി. എന്താന്ന് പിന്നെ അവിടെ നേരെ ബഹറിൽ പോയി പല സ്ഥലത്തായിട്ട് ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തല്ലോ. ഓരോ സ്ഥലത്തും ഓരോ പെൺകുട്ടി എടുത്ത് ഇഷ്ടം പറയുമ്പോ ഇഷ്ടമല്ലെന്ന് പറയും. ലാസ്റ്റ് കോട്ടയത്തുള്ള ടെസ, അവിടെ ഈ ബ്യൂട്ടി പാർലറിൽ ജോലി കഴിക്കുന്ന കുട്ടിയാണ്, അവളുടെ ഇഷ്ടം പറഞ്ഞു. അവൾക്ക് തന്നെ ഇഷ്ടമല്ല. അയ്യോ, അപ്പൊ പിന്നെ ആദ്യം പറഞ്ഞ എന്താ ഒരാളെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞതോ? അത് ഒരു സമയത്ത് നമുക്ക് ഒരാളിനെ പ്രേമിക്കാൻ പറ്റുമോ? പിന്നെ അടുത്ത വർഷം അടുത്ത ആൾ. ഇനി എനിക്ക് ചേച്ചി മടുത്ത്. സത്യത്തിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ബെനഡിക്റ്റേ, കല്യാണം കഴിക്കാതിരിക്കുക നല്ലത്. ഇതല്ലേ ഞാൻ ആദ്യമേ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോ ചേച്ചി ഇതാണ് തർക്കിച്ചത്. കല്യാണം കഴിക്കാതിരിക്കുന്നതാ നല്ലത്. ഇല്ല, അച്ചാർ എടുക്കണ്ടായിരുന്നു. ഞാൻ ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, വറുക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, അതായത് ഇവളും എൻ്റെ ആങ്ങള, ഇവളെ കിട്ടുവനില്ലേ കനകൻ, രണ്ടും കൂടെ വഴക്കുണ്ടാക്കുമ്പോ ഇവള് എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ക്ലീറ്റോന്റെ കൂടെ ഒളിച്ചോടിപ്പോയത് കൊണ്ടാണ് അവൻ ഇവളുടെ തലയിലായതെന്ന്. അതങ്ങനെയൊക്കെ തന്നെ. അങ്ങനെയാണോ? അങ്ങനെയാണോ? പറഞ്ഞല്ലേ ദുഷ്ടാ. ചെറുതായിട്ട് പറഞ്ഞേ ഉള്ളൂ. കാല് പിടിക്കാൻ ഏട്ടനോട് പറയരുത്. പറയല്ലേ? ഇതിനാണ് ഇങ്ങോട്ട് കൂട്ടിയും പറിച്ച് വന്നത്. പക്ഷെ അതല്ലേ ചേച്ചി ഇങ്ങനെ ഇളക്കി ചോദിക്കുമ്പോ ചേച്ചി ചോദിച്ചെടുത്തതാണ്. അയ്യോ, Aliens.